കെ മാണിയെ കുറ്റവിമുക്തനാക്കി വിജിലൻസിന്റെ തുടരന്വേഷണ റിപ്പോർട്ട് SP സുകേശൻ വിജിലൻസ് കോടതിയിൽ റിപ്പോർട്ട് നൽകി. ബാർ കോഴയുമായി ബന്ധപ്പെട്ടാണ് കെ മാണിയെ കുറ്റവിമുക്തനാക്കിയിരിക്കുന്നത്. ഇതിന്റെ ഏറ്റവും പുതിയ വിശദാംശങ്ങൾ നൽകാൻ ജീവൻകുമാർ തത്സമയം ചേരുകയാണ്. ജീവൻ, കെ മാണിയെ കുറ്റവിമുക്തനാക്കി വിജിലൻസ് ഇപ്പോൾ തുടരന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. SP സുകേശനാണ് വിജിലൻസ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? സുരേഷ്, ഒരുപക്ഷെ ഏറെ നിർണായകമായ ഒരു നീക്കമാണ് ഈ കാര്യത്തിൽ ഇപ്പോൾ നടന്നിരിക്കുന്നത്. മാണിക്കെതിരായ തുടരന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരം വിജിലൻസ് കോടതി നൽകിയിരിക്കുന്ന ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു തുടരന്വേഷണം പ്രഖ്യാപിച്ചതും നടപ്പിലാക്കിയതും. എന്നാൽ കെ എം മാണിയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ മാത്രമുള്ള തെളിവുകളില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇപ്പോൾ വിജിലൻസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഫോൺ കോൾ രേഖകളിൽ വ്യക്തതയില്ല. ബിജു രമേശ് നൽകിയിരിക്കുന്ന ശബ്ദരേഖ എഡിറ്റ് ചെയ്തതാണ് എന്നതടക്കമുള്ള കണ്ടെത്തലുകൾ വളരെ നേരത്തെ തന്നെ ഈ കാര്യത്തിൽ കഴിഞ്ഞ തവണ തന്നെ വിജിലൻസ് കുറ്റപത്രത്തിൽ പറഞ്ഞതാണ്. അതിനോടൊപ്പം അനുബന്ധമായി ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് 2/4/2014, അതായത് മാണിക്ക് കോഴ 35 ലക്ഷം രൂപ ബിജു രമേശിൻ്റെ ഡ്രൈവർ അമ്പിളിയും രാജ്കുമാർ ഉണ്ണിയും ചേർന്ന് കൈമാറിയ ദിവസം 5 മിനിറ്റ് മാത്രമാണ് ഇവർ ടവർ ലൊക്കേഷന് കീഴിലുണ്ടായിരുന്നത്. ആ സമയത്തിനുള്ളിൽ പണം കൈമാറ്റം ചെയ്യുക എന്നത് അസാധ്യമാണ് എന്ന ഒരു നിഗമനം കൂടി SP സുകേശൻ്റെ ഈ റിപ്പോർട്ടിൽ ഇപ്പോൾ എഴുതിയിരിക്കുന്നു. റിപ്പോർട്ട് ഇപ്പോൾ തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ മാണിയെ കുറ്റവിമുക്തനാക്കിക്കൊണ്ട് സമർപ്പിക്കാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നതും. സുരേഷ്, ജീവൻ വളരെ നിർണായകമായ ഒരു വിധിയാണിപ്പോൾ, അല്ലെങ്കിൽ നിലപാടാണിപ്പോൾ വിജിലൻസ് സ്വീകരിച്ചിരിക്കുന്നത്. അതായത് കെ എം മാണിയെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള ഒരു നിലപാട്. അതായത് SP സുകേശനാണ് ഇപ്പോൾ വിജിലൻസ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. നേരത്തെ തന്നെ വ്യക്തമായ തെളിവുകൾ കെ എം മാണിക്കെതിരെ ബാർ കോഴയുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്ന രീതിയിൽ തന്നെയായിരുന്നു സുകേഷിന്റെ നിലപാട്. അതിനെതിരെ വിജിലൻസിന്റെ ഉന്നത അധികൃതർ തന്നെ രംഗത്ത് വന്നതും ഏറെ വിമർശനങ്ങൾക്ക് ഇടവരുത്തിയിരുന്നു, വിമർശനങ്ങൾ ക്ഷണിച്ചു വരുത്തിയിരുന്നു. എന്നാൽ അതോടൊപ്പം തന്നെ അതിന് തുടർന്ന് വന്ന അനുബന്ധ സംഭവ വികാസങ്ങളിൽ വിജിലൻസ് കടുംപിടുത്തം പിടിക്കുകയാണ്, അല്ലെങ്കിൽ വിജിലൻസിന്റെ ഇടപെടൽ മുറുകുകയാണ് എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ വന്നിരുന്നു. ഹൈക്കോടതിയുടെ അടക്കം വിമർശനങ്ങൾ വന്ന സാഹചര്യത്തിൽ തന്നെയാണ് ധനമന്ത്രി സ്ഥാനം കെ മാണി രാജിവെക്കേണ്ടി വന്നത്. നിലവിൽ പുതിയ സംഭവ വികാസങ്ങൾ എത്രമാത്രം പ്രസക്തമാണ്, പ്രത്യേകിച്ച് SP സുകേശൻ മുമ്പ് കെ മാണിക്കെതിരെ വളരെ വ്യക്തമായ തെളിവുകളുമായി രംഗത്ത് വരികയും ഇപ്പോൾ തെളിവില്ല എന്ന് തുടരന്വേഷണത്തിൽ ഇല്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ സുരേഷ്, ഇവിടെ ഒരു വൈരുദ്ധ്യം തെളിയുന്നു. കാരണം മാണിക്കെതിരെ 60% തെളിവുകൾ താൻ അന്വേഷിച്ചപ്പോൾ ഉണ്ടായിരുന്നു എന്ന് സുകേശൻ തന്നെ നേരത്തെ വ്യക്തമാക്കുകയും, അതായത് ചാനലുകളോടുള്ള സ്വകാര്യ സംഭാഷണത്തിൻ്റെ ഭാഗമായെങ്കിലും സുകേഷിന് സമ്മതിക്കേണ്ടി വന്നൊരു കാര്യമാണ് മാണിക്കെതിരായ തെളിവുകൾ ഉണ്ട് എന്നത്. അതോടൊപ്പം എന്നാൽ നേരത്തെ ഈ കാര്യം അംഗീകരിക്കാൻ വിജിലൻസിൻ്റെ ഡയറക്ടർ തയ്യാറായിരുന്നില്ല. അവസാന വസ്തുതാവിവര റിപ്പോർട്ടിലും ഇത് സംബന്ധിച്ചുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു, ഇത് സംബന്ധിച്ചുള്ള വ്യക്തതകൾ ഉണ്ടായിരുന്നു. എന്നാൽ അത് സുകേശൻ പരിഗണിക്കാതെ തുടരെ എന്താണോ വസ്തുതാവിവര റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത് ആ റിപ്പോർട്ട് അതുപോലെ എടുത്തുകൊണ്ട് എഴുതി ഒരു പുതിയ തട്ടിക്കൂട്ട് റിപ്പോർട്ട് ഉണ്ടാക്കിയിരിക്കുക മാത്രമാണ് സുകേശൻ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. പണം കൈമാറ്റം ചെയ്തു എന്ന് ആധാരമാക്കാൻ കഴിയുന്ന നിരവധി തെളിവുകൾ സുകേശൻ കണ്ടിട്ടുമില്ല എന്ന് പറയേണ്ടതായി വരുന്നു. ജീവൻ, അതോടൊപ്പം തന്നെ SP സുകേശൻ ഇപ്പോൾ നേരത്തെ ജീവൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പറഞ്ഞിരിക്കുന്നത് 2/4/14 35 ലക്ഷം കെ എം മാണിക്ക് നൽകുന്ന സാഹചര്യത്തിൽ, അതായത് അമ്പിളിയും രാജ്മോഹൻ ഉണ്ണിയും നൽകുമ്പോൾ 5 മിനിറ്റ് മാത്രമാണ് ടവർ ലൊക്കേഷനിൽ ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചത്. അതൊരിക്കലും ഒരു സാഹചര്യ തെളിവുകൾ അല്ലെങ്കിൽ വ്യക്തമായ തെളിവ് ആയി കണക്കാക്കാൻ സാധിക്കില്ല എന്ന് SP സുകേശൻ പറയുമ്പോൾ, വിജിലൻസ് റിപ്പോർട്ടിൽ അത്തരം കാര്യങ്ങൾ പറയുമ്പോൾ അത് ഏത് തരത്തിലായിരിക്കാം പ്രസക്തമാവുക? പ്രത്യേകിച്ച് ഹൈക്കോടതിയുടേതടക്കം വളരെ ശക്തമായ വിമർശനങ്ങൾ വന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതായത് സീസറിന്റെ ഭാര്യ വളരെ വ്യക്തമായി ജനങ്ങൾക്ക് മുമ്പിൽ പരിശുദ്ധയായിരിക്കണം എന്ന രീതിയിലുള്ള വിമർശനങ്ങളടക്കം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുമുണ്ടായി. സകല മാധ്യമങ്ങളും അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ എല്ലാവിധ വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ഉയർന്ന സാഹചര്യത്തിൽ തന്നെയാണ് കെ എം മാണിക്ക് രാജിവെക്കേണ്ടി വന്നതും. ഇപ്പോൾ സുകേശൻ ഇത്തരം കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ എത്രമാത്രം
നമുക്കതിനെ സംശയദൃഷ്ടിയോടെ കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് വിജിലൻസ്, ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള വിജിലൻസ് ആണ് KM മാണിക്കെതിരെയുള്ള കേസ് അന്വേഷിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ എക്സൈസ് മന്ത്രിയായിട്ടുള്ള കെ ബാബുവിനെതിരെയുള്ള അന്വേഷണത്തിനെതിരെയും വളരെ വിമർശനങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ തന്നെയാണ് അദ്ദേഹത്തെ രക്ഷിച്ചെടുക്കാനുള്ള സമീപനങ്ങളടക്കം പുലർത്തുന്നു എന്ന് വരുന്ന ഘട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ KM മാണിയെ കുറ്റവിമുക്തനാക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ തെളിവുകളിൽ ഇല്ല എന്ന തരത്തിലൊരു മലക്കം മറച്ചിൽ ഉണ്ടായിരിക്കുന്നത്. എങ്ങനെ കാണാം? മാണിക്കെതിരായ തെളിവുകൾ ഉണ്ട്, അത് 60% തെളിവുകളുണ്ട് എന്ന് വളരെ കൃത്യമായി പറഞ്ഞ സുകേശൻ 3.5 മാസങ്ങൾക്ക് ശേഷം, ക്ഷമിക്കണം, 5 മാസങ്ങൾക്ക് ശേഷം ഈ കാര്യത്തിൽ മറ്റൊരു നിലപാടിലേക്ക് എത്തുന്നു എന്നതിൻ്റെ വൈരുദ്ധ്യം ഒരുപക്ഷെ ഭരണക്കാരെ തുണയ്ക്കാൻ തന്നെയാണ്. ഇത് നേരത്തെ തന്നെ വളരെ കൃത്യമായി പ്രതിപക്ഷമടക്കമുള്ളവർ കോടതിയിൽ ചൂണ്ടിക്കാണിച്ച കാര്യമാണ്. സുകേശൻ്റെ കൈപിടിച്ചെഴുതിയ റിപ്പോർട്ടാണെങ്കിൽ ഇപ്പോൾ സുകേശൻ തന്നെ ഒരുവിധ സമ്മർദ്ദത്തിനും ഇതില്ലാത്ത തരത്തിൽ മാണിയെ കുറ്റമുക്തനാക്കുന്ന റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു. ഫോൺ വിളിയും അതിൻ്റെ അനുബന്ധങ്ങളുമായി ഫോൺ വിളി രേഖകളും അതിനോട് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന തെളിവുകളും തമ്മിൽ വൈരുദ്ധ്യമുണ്ട് എന്നതാണ് സുകേശൻ പ്രധാനമായും ഈ കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. പ്രോസിക്യൂട്ട് ചെയ്യാൻ മാത്രമുള്ള തെളിവുകൾ തൻ്റെ അന്വേഷണത്തിൽ തനിക്ക് കിട്ടിയിട്ടില്ല. ഫോൺ രേഖകളിൽ വ്യക്തതയില്ല. ബിജു രമേശ് നൽകിയ ശബ്ദരേഖ എഡിറ്റ് ചെയ്തതാണ്. അതോടൊപ്പം 35 ലക്ഷം രൂപ കൈമാറിയ 2/4/2014 5 മിനിറ്റ് മാത്രമാണ് ഈ ടവർ ലൊക്കേഷന് കീഴിൽ സുകേശൻ ഉണ്ടായിരുന്നത്, ക്ഷമിക്കണം, രാജ്കുമാർ ഉണ്ണിയും അമ്പിളിയും ഉണ്ടായിരുന്നത് എന്നും പറയുന്നു. അതോടൊപ്പം ആദ്യ തവണ മാണിയുടെ വീട്ടിലേക്ക്, ഔദ്യോഗിക വസതിയായ പ്രശാന്തിയിലേക്ക് കാറിൽ വന്ന രാജ്കുമാർ ഉണ്ണിയും അമ്പിളിയും രാജ്കുമാർ ഉണ്ണിയെ വീട്ടിൽ നിർത്തിക്കൊണ്ട് അമ്പിളി പുറത്തേക്ക് പോയി പണം എടുത്തുകൊണ്ട് വരികയാണ് എന്ന് പറയുന്ന മൊഴിയും വിശ്വസനീയമല്ല എന്നാണ് ഇപ്പോൾ സുകേശന്റെ റിപ്പോർട്ടിൽ എഴുതി വച്ചിരിക്കുന്നത്. ജീവൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ മുമ്പും വളരെ വ്യക്തമായിരുന്നു. അതായത് ശക്തമായ തെളിവുകളുമായിട്ടാണ് ബിജു രമേശ് തന്നെ രംഗത്ത് വന്നിരുന്നത്. അദ്ദേഹം വ്യക്തമായ സംഭാഷണങ്ങളടങ്ങിയ സാക്ഷി മൊഴികളും വിജിലൻസിന് നൽകിയിരുന്നു. പക്ഷേ അത് മുഖവിലിക്കെടുക്കാത്ത പല രീതിയിലുള്ള സമീപനമായിരുന്നു വിജിലൻസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നതെങ്കിലും അതുമായി ബന്ധപ്പെട്ട തുടരന്വേഷണവുമായി ബന്ധപ്പെട്ട് അമ്പിളിയുടേതടക്കം നുണപരിശോധനാ റിപ്പോർട്ടുകളും ഒക്കെയും ആ രീതി ശരിവെക്കുന്ന രീതിയിലേക്കാണ് പോയിരുന്നത്. ഈ ഒരു സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് ഇത്തരം തെളിവുകൾ കൂടി സ്വീകരിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയുടെ ശക്തമായ ഇടപെടൽ പോലും ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ വിജിലൻസ് ഇങ്ങനെ ഒരു മലക്കം മറിയുമ്പോൾ ഒരു കാര്യം കൂടി ഇവിടെ ചൂണ്ടിക്കാട്ടേണ്ടതുണ്ട്. അതായത് സുപ്രീം കോടതിയുടെ വളരെ നിർണായകമായ വിധി വന്നതിന് ശേഷം പല ബാർ ഉടമകളും കൂടുതൽ തെളിവുകളുമായി രംഗത്ത് വരും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ അടക്കം VS ശിവകുമാറിന്റെ അടക്കം കെ ബാബുവിനെ എതിരെ കൂടുതൽ ശക്തമായ തെളിവുകളുമായി രംഗത്ത് വരും എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു സെറ്റിൽമെന്റിന്റെ നീക്കം നടക്കുന്നുണ്ട് എന്നുള്ള വിമർശനങ്ങളും ഉണ്ടായിരുന്നു. സെറ്റിൽമെന്റിന് വേണ്ടി ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടുകൊണ്ട് വളരെ ശക്തമായ ഒരു സെറ്റിൽമെന്റിന്റെ തകൃതിയായ ഒരുക്കങ്ങളാണ് അണിയറയിൽ നടക്കുന്നത് എന്നുള്ള വിമർശനങ്ങൾ നിലനിന്നു പോകുന്ന സാഹചര്യത്തിൽ വിജിലൻസിന്റെ ഈ ഉദ്യോഗസ്ഥന്റെ ഈ നിലപാട് എത്രത്തോളം നമുക്ക് സംശയത്തോടെ കാണാൻ പറ്റും ഒരു രാഷ്ട്രീയമായി കൂടി ഇതിനെ ചിന്തിക്കുമ്പോൾ? തീർച്ചയായും സുരേഷ്, കാരണം സുകേശിന് ഇതിനപ്പുറം ഒരു റിപ്പോർട്ട് എഴുതാൻ കഴിയില്ല എന്നതാണ് വളരെ കൃത്യമായി നമുക്ക് പറയാൻ കഴിയുക. കാരണം സുകേശനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വിജിലൻസിൻ്റെ SP-യും അതോടൊപ്പം അടുത്ത ബാച്ചിൽ IPS കാംക്ഷിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. IPS സുകേശൻ ഈ നിലവിലത്തെ സംസ്ഥാന ജയശങ്കർ കൂടി നമ്മുടെ ശരിയാണ്. അഡ്വക്കേറ്റ് ജയശങ്കർ, കെ മാണിയെ കുറ്റവിമുക്തനാക്കിയിരിക്കുകയാണ് ഇപ്പോൾ വിജിലൻസിന്റെ തുടരന്വേഷണ റിപ്പോർട്ടിലാണ് ഈ കുറ്റവിമുക്തനാക്കിയിരിക്കുന്നത്. SP സുകേശൻ വിജിലൻസ് കോടതിയിൽ ഇത് സംബന്ധിച്ച റിപ്പോർട്ടും നൽകിയിരിക്കുകയാണ്. താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഇത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം നിലവിലുള്ള തെളിവുകൾ വളച്ചൊടിച്ചാണ് നേരത്തെ അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കി ഒരു റിപ്പോർട്ട് കൊടുത്തത്. ഇപ്പോൾ വീണ്ടും ഒരു റിപ്പോർട്ട് കൂടി കൊടുത്തിരിക്കുന്നു. ഈ രാജ്യത്തെ ആളുകൾ വെറും വിഡ്ഢികളാണെന്നാണ് ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഭരിക്കുന്ന മന്ത്രിമാരും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് താമസിക്കുന്നത്. ഇവിടെ എന്താണ് നടന്നിട്ടുള്ളതെന്ന് എല്ലാ ആളുകൾക്കും അറിയാവുന്നതാണ്. ഇത് വെറുതെ സുകേശൻ എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥനെ കുറിച്ച് ജനങ്ങൾക്ക് എന്തെങ്കിലും മതിപ്പ് ഇതുവരെ ഉണ്ടായിരുന്നെങ്കിൽ ആ മതിപ്പ് പോകാൻ മാത്രമേ ഇതുകൊണ്ട് ഉപകാരപ്രദമാവുകയുള്ളൂ. മാണിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ കളങ്കിതമായ പ്രതിച്ഛായ പണ്ടത്തേക്കാൾ കളങ്കിതമായി തുടരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വളരെ ശക്തമായ തെളിവുകളുമാണ് ബിജു രമേശ് ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിരുന്നത്. അതോടൊപ്പം തന്നെ പല മൊഴികളും അമ്പിളിയുടെ അടക്കം മൊഴികളും ശക്തമായ തെളിവുകളായിട്ട് കോടതി സ്വീകരിക്കുകയും അതുമായി ബന്ധപ്പെട്ട്
പലപ്പോഴും നിലപാട് വ്യക്തമാക്കിയിരുന്നതുമാണ്. ഈ ഒരു ഘട്ടത്തിൽ തന്നെയാണ് ഹൈക്കോടതിയുടെ അടക്കം പ്രതിഷേധം ഉയർന്നു വന്ന സാഹചര്യത്തിലാണ് ധനമന്ത്രി സ്ഥാനത്ത് നിന്നും കെ മാണിക്ക് ഇറങ്ങിത്തിരിക്കേണ്ട അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരെ എത്തിച്ചേരുന്നത്. അതിന് പലപ്പോഴും SP സുകേഷിന്റെ നിർണായകമായ തെളിവുകളും അദ്ദേഹത്തിന്റെ ഇടപെടലുകളും ഒരു പരിധിവരെ സഹായകരമായിട്ടുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹം പല ഘട്ടങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, മാധ്യമങ്ങളിലടക്കം അദ്ദേഹം വ്യക്തമാക്കിയിരുന്ന ഒരു കാര്യമാണ് 60% തെളിവുകൾ ഇതുമായി ബന്ധപ്പെട്ട് തൻ്റെ കൈവശമുണ്ട് എന്ന രീതിയിൽ. പക്ഷേ ആ ഉദ്യോഗസ്ഥൻ തന്നെ, വിജിലൻസിന്റെ ഒരു ഉദ്യോഗസ്ഥൻ തന്നെ ഇങ്ങനെ മലക്കം പറയുമ്പോൾ എത്രത്തോളം സമ്മർദ്ദം, എത്രത്തോളം രാഷ്ട്രീയമായ ഒരു ഇടപെടൽ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് താങ്കൾ കാണുന്നത്? തീർച്ചയായിട്ടും രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ അദ്ദേഹത്തിന് മുമ്പ് ശേഖരിച്ച തെളിവുകൾ ഇപ്പോൾ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ശേഖരിച്ച തെളിവുകൾ പച്ചക്കർപ്പൂരം പോലെ അലിഞ്ഞു പോകുമെന്നില്ലല്ലോ. മാത്രവുമല്ല, ഇനിയിപ്പോ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കുറ്റവിമുക്തനാക്കപ്പെട്ട KM മാണിയെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ തിരിച്ചെടുക്കുമോ? അതൊട്ട് ഇല്ലാതെ അദ്ദേഹത്തെ തിരിച്ചെടുക്കുകയാണെങ്കിൽ അതൊന്നും കാണട്ടെ. അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല. KM മാണിയെ പുറത്താക്കുക എന്നുള്ള പരിമിതമായ ഉദ്ദേശമേ ഉമ്മൻചാണ്ടിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അതിൽ അദ്ദേഹം വിജയിച്ചു. ഇനിയിപ്പോൾ ബാർ ഇടപാടിൽ യാതൊരു അഴിമതിയും ഉണ്ടായിട്ടില്ല എന്ന റിപ്പോർട്ടാണ് മുഖ്യമന്ത്രിക്ക് K ബാബുവിന് ആവശ്യം. എന്നാലല്ലേ അവരുടെ പേരിലുള്ള ആരോപണത്തിൽ നിന്ന് അവർക്ക് തടി കഴിച്ചിലാക്കാൻ പറ്റുള്ളൂ. അവരുദ്ദേശിച്ച കാര്യം നടന്നു, KM മാണിയെ പുറത്താക്കാൻ എന്നുള്ളത്. KM മാണിയെ പുറത്താക്കി. ഇനിയിപ്പോൾ ഈ റിപ്പോർട്ടിൽ ഏത് റിപ്പോർട്ട് വന്നാലും തിരിച്ചെടുക്കാനായിട്ട് പറ്റുകയുമില്ല.